ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 7 ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 1.3 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഓക്കെ, ഇൻ എ ക്ലാസ് ടെസ്റ്റ് +3 marks are given for every correct answers and -2 marks are given for every incorrect answer. No mark for not attempting any questions. First question, Radhika scored 20 marks. If she has got 12 correct answer, how many questions has she attempted incorrectly? Second one, Mohini scored -5 marks in this test. So she has got 7 correct answers. How many questions has she attempted incorrectly? So, നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ +3 മാർക്സ് കറക്റ്റ് ആൻസറിനും -2 മാർക്സ് ഇൻകറക്റ്റ് ആൻസറിനും നോ മാർക്ക് ഫോർ നോട്ട് അറ്റംപ്റ്റിംഗ് ആണ്. അതിൽ രാധിക എന്ന് പറയുന്ന ഒരു കുട്ടി 20 മാർക്സ് ആണ് അവൾക്ക് കിട്ടിയത്. അവൾ 12 കറക്റ്റ് ആൻസേഴ്സ് ആണ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 12 കറക്റ്റ് ആൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി അവർക്ക് കിട്ടേണ്ട ഒരു മാർക്ക് ഉണ്ടാവും. അതിൽ നിന്ന് നെഗറ്റീവ് മാർക്കും കൂടി കുറച്ചിട്ടാണ് ഈ 20 മാർക്ക് വരുന്നത്. അപ്പോൾ ആ കുറച്ച് നെഗറ്റീവ് മാർക്ക് എത്രയാണെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ആൻസർ തെറ്റി കഴിഞ്ഞാൽ -2 ആണല്ലോ. അപ്പോൾ എത്ര നെഗറ്റീവ് ആൻസറുകൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര നെഗറ്റീവ് മാർക്കാണ് അതിലുള്ളതെന്നുണ്ടെങ്കിൽ അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകറക്റ്റ് ആൻസറിൻ്റെ എണ്ണം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ടൊന്ന് നോക്കാം. 20 മാർക്സ് ആണ് അവൾക്ക് കിട്ടിയത്, 12 കറക്റ്റ് ആൻസർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് കിട്ടേണ്ട ആക്ച്വൽ മാർക്ക് എത്രയാണ്? 12 × 3 ആണ് വരിക. 12 × 3 36 ആണ്. പക്ഷെ അവൾക്ക് കിട്ടിയത് 20 ആണ്. അപ്പോൾ ഈ 2 മാർക്കുകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. ബട്ട് ഷീ ഗോട്ട് 20 ആണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം 16 ആണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് മാർക്കായിട്ട് കിട്ടിയിട്ടുള്ളത് 16 ആണ്. ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ അതിന് 2 മാർക്കാണ്. അപ്പോൾ 16 മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ തെറ്റിയിട്ടുണ്ടാവും? ഈ 16ൽ എത്ര 2 ഉണ്ട് നോക്കിയാൽ പോരെ. 16ൽ എത്ര 2 ഉണ്ട്? 8 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ എത്ര ഇൻകറക്റ്റ് ആൻസേഴ്സ് ആണ് അവൾ ചെയ്തിട്ടുള്ളത്? 8 ഇൻകറക്റ്റ് ആൻസേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്, അല്ലേ? കറക്റ്റ് 36 ആയിരുന്നു മാർക്ക് കിട്ടേണ്ടത്. അഥവാ 12 കറക്റ്റ് ആൻസർ ഉണ്ട്, 36 ആയിരുന്നു കിട്ടേണ്ടത്, പക്ഷെ 20 ആണ് കിട്ടിയത്. അപ്പോൾ അവിടുത്തെ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് 16 ആണ്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ് കുറയുക. അപ്പോൾ ഈ 16ൽ എത്ര 2 ഉണ്ട്? 8 എണ്ണം ഉണ്ട്. സോ 8 ഇൻകറക്റ്റ് ആൻസർ വന്നുകൊണ്ടാണ് 16 മാർക്ക് കുറഞ്ഞത്. അതായത് ഒരു ഇൻകറക്റ്റ് ആൻസറിന് -2 മാർക്ക് ആർ ഗിവൺ ഫോർ എവറി ഇൻകറക്റ്റ് ആൻസർ. സോ ഒരു ഇൻകറക്റ്റിന് 2 മാർക്ക് കുറയും. സോ 8 ഇൻകറക്റ്റിനോ 8 × -2 -16. കണ്ടോ, നെഗറ്റീവ് മാർക്ക് -16 അല്ലേ? ഓക്കെ, ഇനി ഇതേപോലെ തന്നെയാണ് നമ്മളുടെ മോഹിനിയുടെ കേസും വരുന്നത്. കറക്റ്റ് ആൻസറിന് 3 മാർക്കാണ്, ഇൻകറക്റ്റ് ആൻസറിന് -2 ആണ്, നോ അറ്റംപ്റ്റിന് 0 ആണ്. നമ്മളുടെ മോഹിനിക്ക് -5 മാർക്കാണ് കിട്ടിയത്. അവൾക്ക് 7 കറക്റ്റ് ആൻസർ ആണുള്ളത്. ഓക്കെ, അപ്പോൾ 7 കറക്റ്റ് ആൻസർ വരുമ്പോൾ ആക്ച്വൽ ആയിട്ട് അവൾക്ക് കിട്ടേണ്ട മാർക്ക് എത്രയാണ്? 21 ആണ്. പക്ഷെ അവൾക്ക് കിട്ടിയത് -5 ആണ്. ഈ 2 ആൻസറുകൾ അല്ലെങ്കിൽ ഈ 2 നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം 21 - -5 കാണും. ഓക്കെ, കിട്ടേണ്ട മാർക്കിൽ നിന്ന് കിട്ടിയ മാർക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കിയ മക്കളെ, 21 - -5 ആണ്. കാരണം അവൾക്ക് കിട്ടിയത് നെഗറ്റീവ് മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം മൈനസ് ചെയ്യണം -5ന്. 2 മൈനസ് അടുപ്പിച്ച് വരും. സോ ഇറ്റ് ബിക്കം പോസിറ്റീവ്. 21 + 5 26 ആയി. ഓക്കെ, അപ്പോൾ എത്രയായി? 26 ആയി. നെഗറ്റീവ് മാർക്ക് 26 ആണ്, അല്ലെ? കറക്റ്റ് നോക്കിയാൽ 21 മാർക്ക് കിട്ടണം, 26 മാർക്ക് നെഗറ്റീവ് ആണ്. അപ്പോൾ 21 - 26 പോയാൽ -5 അല്ലേ? അല്ലെ? ഇനി ഈ 26 ഒരു ഇൻകറക്റ്റ് ആൻസറിന് 2 മാർക്കാണ്. അപ്പോൾ 26 മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര ഇൻകറക്റ്റ് ആൻസർ അവൾ എഴുതിയിട്ടുണ്ടാവും? ഓക്കെ, 2 മാർക്ക് റെഡ്യൂസ് ഫോർ 1 ഇൻകറക്റ്റ് ആൻസർ. ഒരു ഇൻകറക്റ്റ് ആൻസറിന് 2 മാർക്കാണ് റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 26 മാർക്ക് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾ എത്ര ഇൻകറക്റ്റ് ആൻസർ എഴുതിയിട്ടുണ്ടാവും? 26നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, 13 എന്ന് കിട്ടും. അപ്പോൾ 13 ഇൻകറക്റ്റ് ആൻസേഴ്സ് ആണ് മോഹിനി എഴുതിയിട്ടുള്ളത്. 7 കറക്റ്റ് ആൻസേഴ്സും. 7 കറക്റ്റ് ആൻസേഴ്സിൽ 21 ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ അതിൽ 13 എണ്ണം ഇൻകറക്റ്റ് ആയതുകൊണ്ട് 13 × 2 26 മാർക്ക് നെഗറ്റീവ് വന്നു. സോ 21 - 26 -5 ആയി അവൾക്ക് കിട്ടിയ ആൻസർ. ഓക്കെ.